ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയമേ, ഞങ്ങളെ ദിവ്യകാരുണ്യ ഭക്തിയിൽ വളർത്തണമേ. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പറയുന്നു, ദൈവസ്നേഹത്തിൻ്റെ അഗാധങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു രഹസ്യമാണ് വിശുദ്ധ കുർബാന എന്ന്. സർവശക്തനായ ദൈവത്തിന് മക്കളായ നമ്മളോടുള്ള വലിയ സ്നേഹത്തിൻ്റെ അനന്തരഫലമാണ് ഇന്ന് നമുക്കായി ബലിവേദിയിൽ തിരുവോസ്തിയും തിരുരക്തവുമായി അണയുന്ന ദിവ്യകാരുണ്യ ഈശോ. ഈ സ്നേഹത്തെ അനുദിനം അനുഭവിക്കുന്ന ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടും എന്നത് നീർച്ചാലിനരികിൽ നിൽക്കുന്ന വൃക്ഷങ്ങൾ പടർന്ന് പന്തലിക്കുന്നത് പോലെ വ്യക്തമാണ്. ബലിപീഠത്തോടും സക്രാരിയോടും ചേർന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അനുദിനവും ദിവ്യബലിക്കായി അൾത്താര ഒരുക്കുമ്പോൾ ദിവ്യകാരുണ്യനാഥനോടുള്ള ഭക്തിയും സ്നേഹവും ഈ ഹൃദയത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ദിവ്യകാരുണ്യനാഥനോട് ചേർന്ന് ജീവിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആത്മീയവും ഭൗതികവുമായ നിരവധി അനുഗ്രഹങ്ങളാണ് നല്ല നാഥൻ ഇന്നും ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവസ്നേഹത്തിൻ്റെ ഈ അനുഭവത്തിലേക്ക് കടന്നുവന്ന ജീവിതകഥ ഇദ്ദേഹം നമുക്ക് മുന്നിൽ പങ്കുവെക്കുന്നു. എൻ്റെ പേര് വർഗീസ്, കൊള്ളന്നൂർ ഔണുകാരൻ. തൃശ്ശൂർ അതിരൂപത പടിഞ്ഞാറേക്കോട്ട സെയിൻറ് ആൻസ് ഇടവാംഗമാണ് ഞാൻ ദേവാലയ ശുശ്രൂഷയായി സേവനം ചെയ്യുന്നു. ഏകദേശം 16 വർഷത്തോളമായി ഞാൻ ശുശ്രൂഷ ചെയ്യുന്നു. വളരെ സന്തോഷത്തോടെ ശുശ്രൂഷയിലായിരിക്കുന്നു. സ്നേഹമുള്ളവരെ, ഞാൻ ജനിച്ചു വീണത് ഒരു ദാരിദ്ര്യ കുടുംബത്തിലായിരുന്നു. മാതാപിതാക്കൾ ദരിദ്രരായിരുന്നു. പിതാവിന് ജോലിയുണ്ടെങ്കിലും മദ്യപാനിയായിരുന്നു പിതാവ്. അതുകൊണ്ട് തന്നെ വീട്ടിലെ ദാരിദ്ര്യം പൂർണ്ണമായിരുന്നു എന്ന് തന്നെ പറയാം. ഞാൻ വളർന്നു വന്ന കാലഘട്ടം അതുകൊണ്ട് തന്നെ വിശ്വാസത്തിൽ തീരെ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലായിരുന്നു എൻ്റെ കുട്ടിക്കാലം വന്നത്. അങ്ങനെ ഞാൻ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ പള്ളിയിൽ പോകാനോ ഒന്നും അത്ര താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. 10ാം ക്ലാസ് വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോഴും എൻ്റെ ചിന്തകൾ മുഴുവൻ ദൈവമുണ്ടോ എന്നുള്ളതായിരുന്നു. പലപ്പോഴും മനസ്സിനെ മതിക്കുന്നത് സാമ്പത്തിക മേഖലയിലായിരുന്നു. കാരണം ദാരിദ്ര്യമാണ്. ഭക്ഷണം കഴിക്കാൻ പോലും പക്ഷേ 3 നേരം അത് തന്നെ വളരെ കഷ്ടപ്പെട്ട്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, ദൈവമുണ്ടോ ശരിക്കും? അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് ദാരിദ്ര്യം അനുഭവിക്കുന്നത്?
അങ്ങനെ എൻ്റെ വിശ്വാസം തന്നെ തീർത്തും വളരെ മോശമായി, അല്ലെങ്കിൽ വിശ്വാസത്തിൽ നിന്ന് അകന്നുപോയി എന്നാണ് ഞാൻ പറയാനായിട്ട്. സ്നേഹമുള്ളവരെ, അങ്ങനെ ഞാൻ വിശ്വാസമില്ലാതെ ജീവിച്ച് പള്ളിയിൽ പോകാതെയായി. അങ്ങനെയുള്ള മറ്റ് ഭക്തകൃത്യങ്ങളിൽ നിന്നെല്ലാം ഏറെ ഞാൻ അകന്നു. ആ കാലഘട്ടങ്ങളിലാണ് പലരുമായിട്ട് തർക്കിക്കാനോ, പ്രത്യേകിച്ച് സെമിനാരിയിൽ പോലും പോയി തർക്കിക്കാൻ പോലും മാത്രമുള്ള ഒരു ഈശ്വരനിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് ഞാൻ അകന്നു പോയത്. ആ കാലഘട്ടത്തിൽ ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിരുന്നു. പ്രത്യേകിച്ച് ഓഷോ, അതുപോലെ തന്നെ കാള്, യുങ്, യുക്തി സഹജമായിട്ടുള്ള പുസ്തകങ്ങളായിരുന്നു അധികം വായിച്ചിരുന്നത്. ഇതെന്നെ ശരിക്കും നിരീശ്വരവാദത്തിലേക്കും യുക്തിചിന്തയിലേക്കും എന്നെ നയിച്ചു. ഈ കാലഘട്ടങ്ങളിൽ ഞാൻ ശരിക്കും തീർത്തും വിശ്വാസമില്ലാത്തവനായി. വീട്ടുകാരെ പലപ്പോഴും എൻ്റെ അമ്മയൊക്കെ പള്ളിയിൽ പോകാൻ നിർബന്ധിക്കുമ്പോഴും ഞാൻ അതിൽ നിന്നെല്ലാം അകന്ന് പ്രത്യേകിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങും. അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. സ്നേഹമുള്ളവരെ, അങ്ങനെ ഈ വിശ്വാസമില്ലാത്ത കാലഘട്ടങ്ങളിലൂടെ തർക്കത്തിലൂടെയും അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് തർക്കിച്ചൊക്കെ ഞാൻ ജീവിക്കുമ്പോൾ ഒരിക്കൽ ഒരു സെമിനാരിയിൽ പോയി, പ്രത്യേകിച്ച് ട്രിനിറ്റേറിയൻ ആശ്രമം, അരനാട്ടുകരയാണ് സ്ഥിതി ചെയ്യുന്നത് ട്രിനിറ്റേറിയൻ ആശ്രമം. അവിടെ പലരും എൻ്റെ സുഹൃത്തുക്കളായിരുന്നു. കാരണം ഞങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ള വലിയ ആഗ്രഹത്തിലാണ് അവിടെ പോയത്. അപ്പോൾ അങ്ങനെ പോയപ്പോൾ അവിടുത്തെ ഒരു ബ്രദറാണ്, പ്രത്യേകിച്ച് പേര് ജോയി എന്നാണ് ആ ബ്രദറിൻ്റെ പേര്. അദ്ദേഹം എന്ന അച്ഛനാണ്. 2 വർഷം മുമ്പ് അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ഇങ്ങനെ പറയുണ്ടായി, വറീസ, നീ ഒരു ധ്യാനം കൂടുക. ആദ്യം ധ്യാനം കൂടുമ്പോൾ അത് നിനക്കൊരു വിശ്വാസത്തിലേക്ക് കടന്നു വരാനായിട്ടുള്ളൊരു വഴി എന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാണ് ബ്രദർ എന്നെ പ്രോത്സാഹിപ്പിച്ചത്. ഇതുപോലെ തന്നെ പല സുഹൃത്തുക്കളും വ്യക്തികളുമൊക്കെ എന്നെ ഇതിനു വേണ്ടി പലപ്പോഴും പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഒരു ധ്യാനം കൂടുന്ന ഇടയ്ക്കിടയ്ക്ക് അവരെന്നോട് പറയുമായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യമായി 1992 ഡിവൈനിൽ ധ്യാനം കൂടുന്നത്. ഈ ധ്യാനം കൂടുന്ന അവസരത്തിൽ എൻ്റെ സംശയങ്ങൾക്കും എൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് അവിടെ പനക്കലച്ചൻ പറയുന്നതെന്നാണ് എനിക്ക് ശരിക്കും തോന്നിയത്. അത്രമാത്രം എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം എനിക്ക് വേണ്ടിയാണ് ഇത് അച്ഛൻ പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നിയത്. ആയിരങ്ങളുടെ ഇടയിൽ എനിക്ക് വേണ്ടിയാണ് ഇത് പറഞ്ഞതെന്നാണ് എനിക്ക് മനസ്സിലായത്. അത് എന്നെ വല്ലാതെ എന്നെ ചില ബോധ്യങ്ങളിലേക്ക് എന്നെ നയിച്ചു. കാരണം തീരെ വിശ്വാസമില്ലാത്ത എനിക്ക് ദൈവമുണ്ട് എന്നുള്ളൊരു ബോധ്യത്തിലേക്കും എന്നെ നയിക്കുകയുണ്ടായി. അങ്ങനെ പതുക്കെ പള്ളിയിൽ പോകാനും ബൈബിൾ വായിക്കാനൊക്കെ ഞാൻ ആരംഭിച്ചു. അങ്ങനെ ചെറിയ രീതിയിൽ വിശ്വാസത്തിൻ്റെ മേഖലയിലേക്ക് പതുക്കെ ഞാൻ സഞ്ചരിക്കാൻ തുടങ്ങി. 2 വർഷത്തിന് ശേഷം ജോർദാനിയ ധ്യാന കേന്ദ്രത്തിൽ നെടുപുഴയിൽ ഒരു ധ്യാനം കൂടുകയുണ്ടായി. 5 ദിവസത്തെ ധ്യാനമായിരുന്നു. അതിൽ വ്യാഴാഴ്ച, വെള്ളിയാഴ്ചയാണ് ധ്യാനം അവസാനിക്കുക. അത് വ്യാഴാഴ്ച അഭിഷേക ആരാധന സമയത്ത് ആരാധന ആരംഭിച്ചു. അവിടുന്ന് നിർദ്ദേശങ്ങൾ നൽകി. അതിനനുസരിച്ച് ഞങ്ങൾ സ്തുതിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് അറിയാതെ തന്നെ എൻ്റെ നാവ് ഇങ്ങനെ ചലിക്കാൻ ആരംഭിച്ചു. എൻ്റെ കൺട്രോളിൽ നിന്നെല്ലാം അത് പോയി. അങ്ങനെ സ്തുതിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ കടന്നു വരികയാണ്. ഇപ്പോൾ ആരാധനയ്ക്ക് എഴുന്നേറ്റ് വെച്ചാണ് വളരെ ശക്തമായി എല്ലാവരും ആരാധിച്ച് സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സമയം. ഈ സമയത്ത് ഇങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ നാവ് ഒട്ടുന്നത് പോലെ അനുഭവം, അണ്ണാക്കിൽ ഒട്ടുന്ന അനുഭവം. എനിക്ക് വെള്ളം കുടിക്കണമെന്നുണ്ട്, പക്ഷേ അതൊന്നും എനിക്ക് സാധിക്കുന്നില്ല. കാലുകളെല്ലാം തളർന്നു. ഞാൻ എൻ്റെ സീറ്റിലിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ 2 കൈകളിലും ആണി തറയ്ക്കുന്ന ആ വേദനിക്കുന്ന അനുഭവങ്ങൾ വരാൻ തുടങ്ങി. എനിക്ക് നോക്കണമെന്നുണ്ട്, പക്ഷേ നോക്കാൻ സാധിക്കും. തല വെട്ടിക്കാനോ തിരിക്കാനോ ഒന്നും എനിക്ക് സാധിക്കുന്നില്ല. കാലുകളിലും ആണിയടിക്കുന്ന അല്ലെങ്കിൽ ആണി തറച്ചു കയറുന്ന ആ വലിയ അനുഭവം. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ നെഞ്ചിൻ്റെ ഭാഗത്ത് ആരോ എന്തോ കുത്തുന്നത് പോലുള്ള ഒരു അനുഭവമാണ് പിന്നീട് ഉണ്ടായത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് മനസ്സിലായി, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് മനസ്സിലായി എന്നുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു ഉള്ളിൽ നിന്നിങ്ങനെ വരുന്നുണ്ട്. പക്ഷേ എനിക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ ഉള്ളിൽ ഇങ്ങനെ പറയുകയാണ്, എനിക്ക് മനസ്സിലായെന്ന് ശക്തമായിട്ട് ഉള്ളിൽ നിന്ന് ഞാൻ പറയുകയാണ്. കുറച്ച് കഴിഞ്ഞാൽ താനെ ഈ വേദനയെല്ലാം പതുക്കെ കുറയാൻ തുടങ്ങി. ഞാൻ പൊട്ടിക്കരയാൻ തുടങ്ങി. അനവസാനം ഏകദേശം 1.5-3 മണിക്കൂർ നേരം ഈ ആരാധന ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞു. എല്ലാവരും എണീക്കുക എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് അപ്പോൾ തന്നെ എണീക്കാനായിട്ടുള്ള കൃപ കിട്ടിയത്. ഇതിനിടയിൽ ഭാഷാവരം അതുപോലെ വരങ്ങളെ കൊണ്ട് കർത്താവിനെ സമൃദ്ധമായി നിറച്ചു. ആ സമയത്ത് പതുക്കേനെ മഴ പെയ്യുന്നുണ്ടായിരുന്നു ഈ ആരാധനയ സമയത്ത്. അപ്പോൾ ഈ സ്തുതിക്കുന്ന സമയത്ത് ശക്തമായിട്ടുള്ള മഴ നമുക്ക് കേൾക്കാം. ആ പുരപ്പുറത്ത് പെയ്യുന്ന സ്വരം നമുക്ക് കേൾക്കാം. ശക്തമായിട്ടുള്ള മഴയാണ് പുറത്ത് നടക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ശക്തമായിട്ടുള്ള സ്തുതിപ്പ് എൻ്റെ ഹൃദയത്തിൽ നിന്ന്, അധരത്തിൽ നിന്ന് വരാൻ തുടങ്ങി.
അത് കുറയുമ്പോൾ, സ്തുതിപ്പ് കുറയുമ്പോൾ മഴ പതുക്കെ 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 കുറയാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവ് പ്രകൃതിയുടെ നാഥനാണ്, അവിടുന്ന് എല്ലാത്തിൻ്റെയും അധികാരിയാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ പതുക്കെ ഞാൻ ഇരുന്നപ്പോൾ ഒരു സ്വരം ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഒരു സ്വരം ആദ്യമായി ഞാൻ കേൾക്കുകയാണ്. ദിവ്യകാരുണ്യത്തിൽ നിന്ന് എനിക്ക് നിന്നെ ആവശ്യമുണ്ടെന്ന്. അപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, ദിവ്യകാരുണ്യത്തിൽ നോക്കി പറഞ്ഞു, കർത്താവേ എനിക്ക് നിന്നെ മനസ്സിലായി, അങ്ങ് എന്താണ് പറയുന്നതെങ്കിൽ അത് ഞാൻ അനുസരിക്കാം, എൻ്റെ ജീവിതകാലം മുഴുവൻ നിനക്കുള്ളതാണെന്ന് അവിടെ വെച്ച് എൻ്റെ കർത്താവിന് ഞാൻ വാക്കുകൊടുത്തു. അന്നു മുതൽ ഞാൻ കർത്താവിന് വേണ്ടി ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്ന ഒരു മകനാക്കണമെന്ന് ഉള്ളിൽ വലിയ വലിയ ആഗ്രഹവും സന്തോഷവും എന്തെന്നില്ലാത്ത ഒരു ആനന്ദം എൻ്റെ ഹൃദയത്തിൽ നിറയാൻ തുടങ്ങി. അത്ര സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ആ ജോർദാനിയ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് ധ്യാനം അവസാനിച്ച് ഞാൻ ഇറങ്ങി വരുന്നത്. സക്രാരിയുടെ മുമ്പിൽ ചെലവിട്ട നിമിഷങ്ങളാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങൾ എന്ന് ജനീവയിലെ വിശുദ്ധ കാതറിൻ പങ്കുവയ്ക്കുന്നു. ഇപ്രകാരം ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ആയിരിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ജീവിതത്തിലെ മാറ്റങ്ങൾ ഇദ്ദേഹത്തിന് വ്യക്തമായി തുടങ്ങി. ജോർദാനിയ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ ആ ആവേശം, കർത്താവിൻ്റെ വലിയ ആ സ്പർശനം അതെൻ്റെ ജീവിതത്തെ ശരിക്കും മാറ്റിമറിക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് ഞാൻ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ ഇരിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് ബസിലിക്കയിലെ പുത്തമ്പള്ളിയിൽ പോയി മണിക്കൂറുകളോളം ഞാൻ ദിവ്യകാരുണ്യ മുമ്പിൽ ഇരിക്കും. ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ, അങ്ങനെ മറന്നുപോകുന്ന വിധത്തിലൊക്കെ ഞാൻ ഇരിക്കാറുണ്ട്. തൊട്ടടുത്ത് തന്നെയാണ് ജോലിസ്ഥലവും. അതന്ന് എനിക്ക് കുടയുടെ നിർമ്മാണമായിരുന്നു. ഈ സമയത്ത് അവിടെ നിന്ന് ഇപ്പോൾ വരാമെന്നൊക്കെ മുതലാളിയോട് പറഞ്ഞ് ഓടി വന്ന് ഞാൻ ദിവ്യകാരുണ്യത്തിന് മുമ്പിലിരിക്കും. ബസിലിക്ക ചർച്ചായിട്ട് അധികം ദൂരമില്ല. അങ്ങനെ കുറേ നേരം അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം ഈശോ എന്നോട് ഇങ്ങനെ ദിവ്യകാരുണ്യത്തിന് സംസാരിക്കുകയാണ്. ഒരു മാറ്റം നിന്നിൽ വരാൻ പോകുന്നു, ഒരു ടേണിങ് നിനക്ക് വരാൻ പോകുന്നു. അതെന്താ ടേണിങ് എന്ന് എന്നോട് പറഞ്ഞില്ല. അപ്പോൾ ഞാൻ കൂടുതൽ ചോദിക്കുന്നുണ്ട്, ഈശോയോട് ചോദിക്കുന്നുണ്ട്, പക്ഷേ ഈശോ അത് പറയുന്നില്ല. എന്നിട്ട് വീണ്ടും ഈശോ പറഞ്ഞു, 33-ാമത്തെ വയസ്സിലാണ് നിനക്ക് മാറ്റം ഉണ്ടാകുക, നിനക്കൊരു ടേണിങ്, ജീവിതത്തിലൊരു ടേണിങ് ഉണ്ടാകുക എന്ന്. ഞാൻ എന്താണാവോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ശരിക്കും പറഞ്ഞ ഒരു 1.5 വർഷത്തോളം തന്നെ പ്രാർത്ഥിച്ചിരുന്നു. ഈ സമയത്തൊക്കെ ഈശോ ഓരോ ദർശനങ്ങളും അതുപോലെ ചില ദിവസങ്ങൾ, ഡേറ്റുകളൊക്കെ എനിക്ക് കാണിച്ചു തരാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിനിടയിലാണ് അമ്മയുടെ മരണം. ഈ അമ്മ മരിക്കുന്ന സമയത്ത് കർത്താവ് എന്നെ പ്രത്യേകം ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഇരിക്കാനും നിർബന്ധിച്ചു പലപ്പോഴും. അത് ഞാൻ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം എന്നോട് പറയുകയാണ്, നാളെ നിൻ്റെ അമ്മ മരിക്കും. നാളെ മരിക്കും എന്ന് പറയുമ്പോൾ ഫെബ്രുവരി ലാസ്റ്റാണ്, മാർച്ച് 1-ാം തീയതി. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ പെങ്ങന്മാരോടൊക്കെ പറയുക, എല്ലാവരും വീട്ടിലുണ്ടാകണം, നാളെ രാത്രി 9 മണിക്ക് നിൻ്റെ അമ്മ മരിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അമ്മ രോഗിയാണ്, വർഷങ്ങളായിട്ട് രോഗിയാണ്, കിടപ്പിലാണ്. എന്നാലും അമ്മ മരിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം തോന്നി. എന്നാലും ഞാൻ ഈശോ പറഞ്ഞതാണ്, ദിവ്യകാരുണ്യ നാഥനോട് പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ വീട്ടിലെല്ലാം ഷെയർ ചെയ്തു. അപ്പോൾ ആരും പോകരുത്, പ്രാർത്ഥിച്ച് ഈ ദിവസം നമുക്ക് വിടിയിരിക്കാം. അത് ഞങ്ങളെല്ലാവരും പ്രാർത്ഥനയിലായിരുന്നു. അങ്ങനെ കൃത്യം 9 മണി അടിച്ചപ്പോൾ അമ്മ കണ്ണുകളടച്ചു. ദിവ്യനാഥൻ പറഞ്ഞൊരു കാര്യം അത് അതേപടി സംഭവിക്കാനുണ്ടായത്. അതേപടി ഒരു വ്യത്യാസമല്ല. കൃത്യം 9 മണിക്ക് തന്നെ അമ്മ മരിക്കുകയാണ്. ഇതുപോലെ പലപ്പോഴും പല വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ദർശനത്തിലൂടെയും അതുപോലെ എഴുതി കാണിച്ചൊക്കെ എനിക്ക് കൃത്യമായിട്ട് കർത്താവ് സംസാരിച്ചിരുന്നു. അങ്ങനെ തുടർന്നു. ഈ വർഷങ്ങൾ 1-2 വർഷം കടന്നുപോയി. അങ്ങനെയാണ് മുതലാളി, അതായത് കുടയുടെ നിർമ്മാണത്തിന് സമയത്ത് കർത്താവ് പറയുകയാണ്, നിനക്ക് ടേണിങ് ഉണ്ടാവുമെന്ന് എന്നോട് പറയുകയുണ്ടായി. അങ്ങനെ ദിവസവും പള്ളിയിൽ പോവും. അങ്ങനെ ആവേശത്തോടുകൂടി സജീവമായിട്ട് ദിവ്യയിൽ പങ്കെടുക്കും, കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് പള്ളിയിൽ ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടാകുകയാണ്, ഒരു ദേവാലയ ശുശ്രൂഷയുടെ ഒഴിവുണ്ട്, ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അപ്ലിക്കേഷൻ വയ്ക്കുക. അത് ഞാൻ ഈ ആവശ്യം ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഞാൻ ഓടി വന്ന് ദിവ്യകാരുണ്യത്തിലിരുന്ന് സംസാരിച്ചു. കർത്താവ് എന്നോട് പറഞ്ഞു, നിനക്ക് സമയമായി, നീ അപ്ലിക്കേഷൻ വയ്ക്കുക, ഇത് നിൻ്റെ സമയമാണ്, ഈ ശുശ്രൂഷ നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കർത്താവ് എന്നെ ആ ദിവസം അവിടെ നിന്ന് യാത്രയാക്കുക. അങ്ങനെ ഞാൻ വേഗം ഒരു വെള്ള പേപ്പർ എടുത്ത് എൻ്റെ അപേക്ഷ എഴുതി ഞാൻ വികാരിച്ചിന് കൊണ്ടുകൊടുത്തു. വികാരിച്ചിനെ സ്വീകരിച്ചു. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് തന്നെ ഒരു 4-5 പേര് ഇതേപോലെ അപ്ലിക്കേഷൻ വെച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ആകാശക്കുഴപ്പമായി. അപ്പോൾ വീണ്ടും പൊതുയോഗം കൂടി. പൊതുയോഗത്തിൽ നിന്ന് വീണ്ടും ഒരു 7-അംഗ സമിതിയെ തിരഞ്ഞെടുത്തു. ആ 7-അംഗ സമിതി ഐക്യകണ്ഠേന എൻ്റെ പേര് പറയാനുണ്ടായത്. അങ്ങനെയാണ് ഞാൻ 2003 ജനുവരി മാസം
ദേവാലയ ശുശ്രൂഷയായിട്ട് കർത്താവിനെ ശുശ്രൂഷ ചെയ്യാനായിട്ട് ഞാൻ വരുന്നത്. അത് വലിയ സന്തോഷത്തോടു കൂടി ഞാൻ ഏറ്റെടുത്തു. ഏകദേശം 16 വർഷത്തോളമായി ഞാൻ ഈ ശുശ്രൂഷ തുടർന്നു കൊണ്ടുപോകുന്നു. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പറയുന്നു, വിശുദ്ധ കുർബാനയിലൂടെ ദൈവം നമ്മെ സ്പർശിക്കുകയും അവിടുത്തെ കൃപയും അനുഗ്രഹങ്ങളും ധാരാളമായി ഔദാര്യപൂർവം നമ്മിലേക്ക് വർഷിക്കുകയും ചെയ്യുന്നു എന്ന്. ദിവ്യകാരുണ്യത്തിൽ ജീവിതം സമർപ്പിച്ച ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്ന അനവധി അനുഭവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ദേവാലയ ശുശ്രൂഷയായിട്ട് ഞാൻ ശുശ്രൂഷയ്ക്കായി കയറിയതിന് ശേഷം സാമ്പത്തികമായിട്ടുള്ളൊരു ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. അപ്പോൾ ഈ സമയത്ത് എൻ്റെ ചില സുഹൃത്തുക്കൾ പറഞ്ഞു, നിനക്ക് ബാഡ്ജ് ഉള്ളതാണ്, ഓട്ടോറിക്ഷ ഓടിക്കാൻ അറിയില്ലേ, അപ്പോൾ നീ ഒരു കാര്യം ചെയ്യ്, ഓട്ടോറിക്ഷ ഓടിച്ചോളൂ. അപ്പോൾ ഞാൻ എന്നാൽ ശരി, നല്ല ആശയം. ഞാൻ വികാരിച്ചനുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അങ്ങനെ സന്തോഷമുള്ളോ, കാരണം നിനക്കൊരു വരുമാന മാർഗ്ഗം വേറെ ഒന്നും ആവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് നീ ഓട്ടോറിക്ഷ ഓടിച്ചോളം പറഞ്ഞു. അപ്പോൾ എൻ്റെ സുഹൃത്തിന് ഒരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു, പല ഓട്ടോറിക്ഷകളും ഉണ്ടായിരുന്നു. അപ്പോൾ അവന് ഒരു ഓട്ടോറിക്ഷ അവിടെ ഫ്രീ ആയി കിടക്കുന്നുണ്ട്, അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി എടുത്ത് നീ അത് ഓടിച്ചോളം പറഞ്ഞു. എൻ്റെ സ്നേഹമുള്ളവരെ, ഞാനത് ആ ഓട്ടോറിക്ഷ ഓടിക്കാൻ ആരംഭിച്ചു. ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ച ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് അന്ന് 2003-2004 കാലഘട്ടങ്ങളിൽ 500 രൂപ കിട്ടി. അത് വലിയ സന്തോഷമായി. കാരണം അത്രയും പണം അത് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വലിയ സന്തോഷമായി തോന്നി. വീണ്ടും പിറ്റേ ദിവസം ഇതുപോലെ കാലത്തെ ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞു, വീണ്ടും ഓട്ടോറിക്ഷ എടുത്തു. അങ്ങനെ ഓട്ടോറിക്ഷ എടുത്ത് ടൗണിലേക്ക് പോയി തൃശ്ശൂർ റൗണ്ട് ഇങ്ങനെ ചുറ്റി വരികയായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് ബാക്കിൽ പാസഞ്ചറുണ്ട്. അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ ബ്രേക്ക് ചവിട്ടുന്ന ഒരു സമയം വന്നു. പക്ഷെ ബ്രേക്ക് ചവിട്ടിയ സമയത്ത് ബ്രേക്ക് കിട്ടിയില്ല. അങ്ങനെ പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആയി. അതിൻ്റെ നോക്കിയപ്പോൾ ഓയിലൊക്കെ തള്ളിപ്പോയി. അങ്ങനെ ബ്രേക്ക് ഡൗൺ ആയി. പെട്ടെന്ന് തൊട്ടടുത്തേക്ക് ഞാൻ തിരിച്ച് വണ്ടി നിർത്തി. വളരെ വലിയ ഭയം തോന്നി ഉള്ളിൽ. കാരണം എത്രയോ വണ്ടികൾ പോകുന്ന സമയമാണ്. ആ സമയത്ത് ഇങ്ങനെ സംഭവിക്കുക എന്ന് പറയുമ്പോൾ ഉള്ളിൽ വലിയ ഭയം ഉണ്ടായി. അങ്ങനെ തുടർന്ന് ഞാൻ ഓട്ടോറിക്ഷ അത് ശരിയാക്കി വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ശരിയാക്കി എല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം, കാരണം പഴയ വണ്ടിയാണ്, ബ്രേക്ക് ഡൗൺ ആവും സ്വാഭാവികം. അപ്പോൾ അങ്ങനെ ഞാൻ കണ്ടുള്ളൂ അതിനെ. എൻ്റെ സുഹൃത്തും അത് തന്നെയാണ് പറഞ്ഞത്, അതൊക്കെ സംഭവിക്കും, പഴയ വണ്ടിയല്ലേ. അപ്പോൾ വീണ്ടും ശരിയാക്കി പിറ്റേ ദിവസം ഞാൻ വീണ്ടും ഓടിക്കാൻ ആരംഭിച്ചു. അങ്ങനെ തൃശ്ശൂർ തന്നെ വേറൊരു ഭാഗത്തൂടെ 3 വ്യക്തികൾ കൂടി ഞാൻ പോവുകയാണ്. പാസഞ്ചർ 3 പേരുണ്ട്. 3 നല്ല ആരോഗ്യമുള്ളവരാണ്, ഫുൾ ടൈറ്റാണ് ഓട്ടോ. അങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ ബ്രേക്ക് ചവിട്ടിയപ്പോൾ വീണ്ടും ഓയിൽ സീൽ തള്ളി ബ്രേക്ക് ഡൗൺ ആയി. വളരെ ഭയം തോന്നി. കാരണം ആ സമയത്താണ് ഒരു ട്രാൻസ്പോർട്ട് ബസ് എനിക്ക് നേരെ വരുന്നതായിട്ട് ഞാൻ കാണുന്നത്. വലിയ ഭയമായി. പെട്ടെന്ന് ഞാൻ കണ്ണുകളടച്ചു. ഞാൻ പെട്ടെന്ന് തിരിച്ചു. എൻ്റെ നേരെ വന്ന് ഇടിക്കുമെന്നുള്ള ഇതുവരെ എത്തി. നേരെ വന്ന് ഇടിക്കും, അത്രയ്ക്കും ഭയം തോന്നി എനിക്ക്. പെട്ടെന്ന് ഒടിച്ച് ഞാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് വേറൊരു ഓട്ടോറിക്ഷയുടെ അടുത്താണ് എൻ്റെ വണ്ടി വന്ന് ഇടിച്ചത്. അങ്ങനെ ഓട്ടോറിക്ഷ റെക്സിനൊക്കെ കീറി. അപ്പോൾ അത് ഓട്ടോറിക്ഷക്കാരായതുകൊണ്ട് പിന്നെ വലിയ ബഹളം ഉണ്ടാക്കിയില്ല. അദ്ദേഹം പറഞ്ഞു, എനിക്കത് വേറെ ഒന്നും തരണ്ട, ഈ വണ്ടി ശരിയാക്കി തന്നാൽ മതി. അങ്ങനെ ഞാൻ പ്രിയമുള്ളവരെ, ഈ നമ്മളെ നിത്യാരാധനയ്ക്ക് പോകുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഒരു ഓട്ടോറിക്ഷ വർക്ക്ഷോപ്പ് ഉള്ളത്. അങ്ങനെ വർക്ക്ഷോപ്പിൽ കയറ്റി വണ്ടി ശരിയാക്കാൻ കൊടുത്തു. ഈ 2 സംഭവങ്ങൾ ഉണ്ടായപ്പോൾ ഞാൻ ചിന്തിച്ചു, കർത്താവേ, ഇത് നിൻ്റെ ഇഷ്ടമായിരുന്നില്ലേ? നിൻ്റെ നിന്നോട് ചോദിക്കാതെ ആണല്ലോ കർത്താവേ ഞാനിത് ചെയ്തത് എന്നുള്ളൊരു ഉള്ളിലൊരു ചിന്ത വരാൻ തുടങ്ങി. ഞാൻ ഓടി ദിവ്യകാരുണ്യ സന്നിധിയിൽ എത്തി. അവിടെ നിന്ന് കുറേ നേരം ഇന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, നിന്നോടാണ് ആരാണ് ഓട്ടോറിക്ഷ എടുക്കാൻ പറഞ്ഞത്? എൻ്റെ മകനെ നോക്കാനുള്ള കഴിവ് അപ്പനുണ്ട്, അപ്പനെ മകനെ നോക്കാനുള്ള കഴിവുണ്ട് എന്നൊരു വാക്ക് ദിവ്യകാരുണ്യത്തിൽ നിന്ന് പുറപ്പെട്ടു. അതിന് ഹൃദയത്തിൽ വലിയ ഒരു ആശ്വാസവും അതുപോലെ വലിയ ഒരു എന്താ പറയുക, ഒരു സങ്കടവും ഒരുമിച്ചാണ് വന്നത്. കാരണം ദിവ്യകാരുണ്യ നാഥനോട് ആലോചന ചോദിക്കാതെ തിരക്ക് പിടിച്ചെടുത്തൊരു തീരുമാനമായിരുന്നു അത്. അതുകൊണ്ട് എനിക്ക് വലിയ സങ്കടം തോന്നി. അതേപോലെ തന്നെ കർത്താവിന് എനിക്ക് ആശ്വാസം പകരുന്നതായിട്ട് എനിക്ക് തോന്നി. കാരണം അപ്പൻ മകനെ നോക്കാനറിയാം, അപ്പനെ മകനെ നോക്കാനറിയാം. കൃത്യമായിട്ട് ഇങ്ങനെ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഈ സ്വരമുണ്ടായി. അതിനുശേഷം ഇന്നേ വരെ ഞാൻ പ്രത്യേകിച്ച് ഓട്ടോറിക്ഷ എടുക്കേണ്ട ഒരവസ്ഥയോ അതുപോലെ പ്രത്യേകിച്ച് സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായില്ല. ഏതെങ്കിലും തരത്തിലെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് എനിക്കുണ്ടാകുമ്പോൾ ഞാൻ ഓടി ദിവ്യകാരുണ്യ സന്നിധിയിൽ ചെല്ലും. പറയും, അപ്പച്ച എനിക്ക് ഇത്ര പൈസ നാളേക്ക് ആവശ്യമുണ്ട്. എന്നേക്കാൾ കൂടുതൽ അപ്പച്ചനറിയാലോ അത്. പ്രിയമുള്ളവരെ, ചിലപ്പോൾ അന്ന് തന്നെ അല്ലെങ്കിൽ പിറ്റേ ദിവസം ആ പണം എൻ്റെ കയ്യിൽ ആരുടെയെങ്കിലും വഴി എത്തിയിട്ടുണ്ടാകും. അത് ചിലപ്പോൾ സാധനങ്ങളാണെങ്കിൽ സാധനങ്ങൾ വഴി, പണമാണെങ്കിൽ പണം, ഇങ്ങനെ ഓരോ സാധനങ്ങളും പണമായിട്ടും കൃത്യമായിട്ട് ഇന്നും എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്ന ദിവ്യകാരുണ്യനാഥന് എത്ര നന്ദി പറഞ്ഞാലും അധികമാകില്ല. ദിവ്യകാരുണ്യനാഥനിൽ ആശ്രയിക്കുന്ന
ഒരു വ്യക്തി പോലും നിരാശരാവുകയില്ല. കാരുണ്യത്തിൻ്റെ വലം കൈയാൽ താങ്ങി നടത്തുവാൻ ഈശോ കടന്നുവരുന്ന അനുഭവങ്ങളിലൂടെ അവിടുന്ന് നമ്മെ നയിക്കും. വിവാഹം കഴിക്കേണ്ട സമയമായി. അപ്പോൾ കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് 3 പെങ്ങന്മാരാണ്. എനിക്ക് 3 ചേച്ചിമാരാണുള്ളത്. അപ്പോൾ ആദ്യത്തെ ആൾ വിവാഹം കഴിഞ്ഞു, രണ്ടാമത്തെ ആൾ എല്ലാം പ്രായമായാണ് വിവാഹം കഴിയുന്നത്. അപ്പോൾ പ്രായമായുമ്പോൾ തന്നെ സ്വാഭാവികമായും അതിൻ്റേതായിട്ടുള്ള വിഷമങ്ങളും വേദനകളും സ്വാഭാവികമായിട്ടും ഭവനത്തിലുണ്ടാകും. ഇങ്ങനെ ഈ ആദ്യത്തെ ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞു, രണ്ടാമത്തെ ചേച്ചിയുടെ കഴിയാൻ ബുദ്ധിമുട്ടുകൾ. അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വർഷത്തിന് 2 വർഷമാകുമ്പോഴേക്കും രണ്ടാമത്തെ ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഇനി നീ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അതെങ്ങനെ ശരിയാവുക, നേരെ മൂത്ത് ഇനി ചേച്ചി ഒരാളും കൂടിയുണ്ട്, അവരും പ്രായമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഓടി അണഞ്ഞു, കർത്താവേ, എന്താണ് നിൻ്റെ ഇഷ്ടം? അപ്പോൾ ഈശോ പറഞ്ഞു, നീ കല്യാണം കഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ പ്രായമായ അമ്മ അവിടെയുണ്ട്, വീട്ടിൽ കിടപ്പാണ്, രോഗിയാണ്. അപ്പോൾ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവെ, എന്തൊക്കെ ആളുകൾ പറഞ്ഞുണ്ടാക്കും. കാരണം മൂത്ത ചേച്ചി നിൽക്കെ ഞാൻ വിവാഹം കഴിക്കുമ്പോൾ സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന പ്രഷർ, അല്ലെങ്കിൽ അവരുന്ന കുത്തുവാക്കുകളൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. കർത്താവ് പറഞ്ഞു, അതല്ല, നീ വിവാഹം കഴിക്കണം. അങ്ങനെ സ്നേഹമുള്ളവരെ, ഞാൻ നിർബന്ധത്തിന് വഴങ്ങി. അങ്ങനെ ഞാൻ വിവാഹിതനാവുകയാണ്. അങ്ങനെ വിവാഹം കഴിയുമ്പോൾ പെണ്ണ് കാണൽ ചടങ്ങ് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ്. പെണ്ണ് കാണൽ ചടങ്ങിനായിട്ട് ഞാൻ പോവുകയാണ്. അങ്ങനെ 10 പെൺകുട്ടികളെ കണ്ടു. അപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞു, 10ാമത്തെ പെൺകുട്ടിയായിരിക്കും നിൻ്റെ പെൺകുട്ടി, നിൻ്റെ ഭാര്യ. അപ്പോൾ ഞാൻ 10ന് പകരം 12 എണ്ണം കണ്ടു. അങ്ങനെ പ്രിയമുള്ളവരെ, ഞാൻ പീച്ചി ഇടവയിൽ നിന്നാണ് എൻ്റെ 10ാമത്തെ പെണ്ണ് കാണൽ ചടങ്ങ് നടക്കുക. അപ്പോൾ ആ വീട്ടിൽ വന്നിരിക്കുമ്പോൾ തന്നെ കർത്താവ് പറഞ്ഞു, ഇതാണ് നിൻ്റെ ഭാര്യയുടെ ഭവനം, നിനക്ക് സംസാരിക്കാനുള്ളതൊക്കെ സംസാരിക്കാം. ഒരു കൊച്ചു ഭവനം, ഒരു സാധാരണ കുടുംബം, ഞങ്ങളുടെ പോലെ ഒരു സാധാരണ കുടുംബം. അങ്ങനെ സന്തോഷമായി, അവർക്ക് സന്തോഷമായി. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു, വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു, അങ്ങനെ തിരിച്ചു പോന്നു. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഞാൻ വീട്ടിൽ ഇത് അവതരിപ്പിച്ചപ്പോൾ ആർക്കും തന്നെ ഇഷ്ടമായില്ല. അതിന് കാരണം, ഒന്ന് സാമ്പത്തികമായിട്ട് അവർ വളരെ പൂറാണ്, ഞങ്ങളുടെ പോലെ തന്നെ. അപ്പോൾ 2 പേരും ദുരിതത്തിലല്ലേ എന്നുള്ള ചിന്തയാണ് ഒന്ന്. രണ്ടാമത്, എങ്ങനെ ഇനി ഈ ദാരിദ്ര്യം അല്ലെങ്കിൽ വിഷമത്തിൽ നിന്ന് പൊങ്ങി വരുമെന്നുള്ള ചിന്ത വീട്ടുകാർക്കുണ്ട്. എനിക്ക് യാതൊരു ഭയവുമില്ല. കാരണം ഞാൻ കർത്താവിനെ കണ്ടെത്തിയതാണ്. കർത്താവ് എപ്പോഴും എന്നോട് സംസാരിക്കുന്നു, കർത്താവിനോട് എപ്പോഴും അടുത്ത് ജീവിക്കുന്നു. അതുകൊണ്ട് ധൈര്യമുണ്ട്, എനിക്ക് ഒരു പ്രശ്നവുമില്ല എന്നുള്ളത്. പക്ഷെ അതുകൊണ്ട് തന്നെ പബ്ലിക്കിൽ നിന്ന് വളരെ പ്രഷറൈസ് ചെയ്തു, ഇത് വേണ്ടാന്ന് പോലും പറഞ്ഞു. അപ്പോൾ എൻ്റെ അപ്പച്ചനും പ്രായമായി തന്നെയാണ്. അപ്പച്ചനോട് ഞാൻ ഈ വിഷയം അവതരിപ്പിച്ചു. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, ആരുടെ വാക്കും നീ കേൾക്കണ്ട, നിനക്ക് ഇഷ്ടമാണെങ്കിൽ നീ വിവാഹം കഴിച്ചോ. കാരണം നീ തന്നെയാണ് അവളെ പോറ്റേണ്ടതും മക്കളെ വളർത്തേണ്ടതും ഒക്കെ നീ തന്നെയാണ്. അപ്പോൾ നീ തന്നെ അത് തീരുമാനം എടുക്കുക, എന്നിട്ട് നീ ധൈര്യമായിട്ട് വിവാഹം കഴിച്ചോ, ആരെയും നീ പേടിക്കേണ്ട, ആരെ വാക്ക് നീ എടുക്കേണ്ടതെന്ന്. സ്നേഹമുള്ളവരെ, അങ്ങനെയാണ് ഞാൻ 1998 നവംബർ മാസം വിവാഹം കഴിക്കുന്നത്. വളരെ സന്തോഷകരമായി ആ വിവാഹ ജീവിതം മുന്നോട്ട് പോയി. അങ്ങനെ മക്കളുണ്ടാകുന്നു, സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. എനിക്ക് 3 പെങ്ങന്മാരുണ്ട്. 2 പേരുടെ വിവാഹം കഴിഞ്ഞു. ഇനി ഒരാൾ കൂടി നിൽപ്പുണ്ട് വീട്ടിൽ. പ്രായമായിട്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ എല്ലാ വേദനകളും ഉണ്ട്. എൻ്റെ വിവാഹവും കഴിഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചേച്ചിക്ക് വിവാഹമാലോചന വന്നു. വിവാഹമാലോചിച്ച് വന്ന ഒരു കേസ് വന്നത് ചെന്നൈയിൽ നിന്നായിരുന്നു. ചേച്ചിയുടെ ഒരു കൂട്ടുകാരിത്തിയായിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ ചെന്നൈയിൽ നിന്ന് വന്ന ഒരു കേസായതുകൊണ്ട് നമ്മൾ അന്വേഷിച്ച് കുഴപ്പമില്ല എന്നൊക്കെ മനസ്സിലായി. അങ്ങനെ അവിടെ നിന്ന് വന്ന ആ കേസുകൾ പരിശോധിച്ചു. അപ്പോൾ നല്ല സാമ്പത്തിക സ്ഥിതിയുണ്ട്, 5-6 ലോറിയുള്ള വ്യക്തിയാണ് എന്നൊക്കെ മനസ്സിലായി. അപ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നി. എന്നിട്ട് ഞാൻ ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, ഇത് നിൻ്റെ ഇഷ്ടമാണോ ഈ വിവാഹം? നീ ആഗ്രഹിക്കുന്നുണ്ടോ ഈ വിവാഹമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ കർത്താവ് കാണിച്ചെന്നു, ഈ വിവാഹം നടക്കരുത്, ഈ വിവാഹത്തിന് നീ സമ്മതിക്കരുത്, ഇത് നടക്കാൻ പാടില്ല എന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ കർത്താവിന് എന്താ കർത്താവ് കാരണം? അതൊന്നും പറഞ്ഞില്ല. പിന്നെ എനിക്ക് കാണിച്ചു തന്നത് ഒരു ഫോട്ടോയാണ്. ഒരു ഫോട്ടോ, ആ വ്യക്തിയെ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നില്ല, പക്ഷേ ഫോട്ടോമേ മാലയിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, ഫോട്ടോമേ സാധാരണ മാലയിടുന്നത് മരിച്ചവരുടെയാണ്. അപ്പോൾ ഞാൻ ഉള്ളിലത് ഒതുക്കി, കാരണം ഞാൻ വീട്ടിലൊന്നും പറയാൻ പോയില്ല. പക്ഷെ ഇങ്ങനെ ഞാൻ പറഞ്ഞു, കർത്താവിനെ ഈ വിവാഹം ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. സ്നേഹമുള്ളവരെ, അത് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അറിയാലോ, എനിക്ക് മൂത്തതാണ്, പ്രായം
കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത് വിവാഹത്തിൻ്റെ. അപ്പോൾ സ്വാഭാവികമായി തന്നെ വീട്ടിൽ നിന്നും പുറത്തു നിന്നൊക്കെ വളരെ പ്രഷർ, എന്നെ കുറ്റപ്പെടുത്തിയും എന്നെ മോശമായിട്ടും ഒക്കെ എന്നെ ചിത്രീകരിക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ വേദനകൾ, ഏകദേശം 1 വർഷത്തോളം ആ വേദന ഞാൻ സഹിച്ചു. ഞാൻ ആരോടും ഒരു പരാതിയും പറഞ്ഞില്ല. ഞാൻ ചെന്ന് കർത്താവിൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കും. കർത്താവേ, എന്നോടല്ല കർത്താവ്, നിന്നോടാണ് അവരിത് പറയുന്നത്. കർത്താവെ, എനിക്കിതൊക്കെ സഹിക്കാനുള്ള ശക്തി തരണേന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഈ വിവാഹം കൊണ്ടുവന്ന ആ ചേച്ചി തന്നെ വന്നിട്ട് പറഞ്ഞു, ആ വിവാഹം നടക്കാതിരുന്നത് നന്നായി. അപ്പോൾ ചോദിച്ചു, എന്താ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു. അല്ല, ആ വിവാഹം നടന്നിരുന്നെങ്കിൽ ചേച്ചി കഷ്ടത്തിലായേനെ. അപ്പോൾ എന്താ കാരണം എന്ന് അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത്, അദ്ദേഹത്തിന് വേറൊരു സ്ഥലത്ത് ഭാര്യയും മക്കളും ഉണ്ടായിരുന്നു എന്ന്. പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യനാഥൻ പറഞ്ഞതനുസരിച്ചപ്പോഴാണ് ആ അത്ഭുതം അവിടെ നടന്നത്. അതായത് അത് തീരുമാനമെടുക്കാൻ എനിക്ക് സാധിച്ചത്. സന്തോഷത്തോട് ആ സമയത്ത് വലിയ സന്തോഷമായിരുന്നു. ഒരു ചതിയിൽ നിന്നാണ് ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിച്ചത്. പെങ്ങളെ മാത്രമല്ല, ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിച്ചത്. അതുപോലെ തന്നെ ഏകദേശം 1 വർഷത്തിന് ശേഷം വിവാഹം കഴിഞ്ഞു. കർണാടകയിലേക്കാണ് വിവാഹം കഴിച്ചത്. അവർ തൃശ്ശൂരുള്ളവരാണ്, അവർ കർണാടകയിലാണ് താമസമെന്ന് മാത്രം. കർണാടക വിവാഹം കഴിച്ചയച്ചു. അങ്ങനെ ഒരു 5-8 വർഷം മുമ്പ് ഒരു സാമ്പത്തിക മാന്ദ്യം ഉണ്ടായി. അപ്പോൾ അവിടെ ബേക്കറി യൂണിറ്റ് ആയിരുന്നു അളിയൻ അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ബേക്കറി യൂണിറ്റ് സാമ്പത്തിക മാന്ദ്യം ഉണ്ടായപ്പോൾ ബേക്കറി എല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായി, സാമ്പത്തികമായി ബുദ്ധിമുട്ടായി. അപ്പോൾ പെങ്ങളിടയ്ക്ക് വിളിക്കും, ബുദ്ധിമുട്ടാണ്, എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് വിളിക്കാറുണ്ട്. അപ്പോൾ ഒരു ദിവസം ഞാൻ അച്ഛനുമായിട്ട് സംസാരിച്ചു, അച്ഛാ ഇങ്ങനെ ബാംഗ്ലൂർക്ക് ഇങ്ങനെ പോകണമെന്നുണ്ട്, പെങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടിലാണ്, അപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. കാരണം ഇവിടെ നിന്ന് പോകാനായിട്ടുള്ള എനിക്ക് ബുദ്ധിമുട്ട് അച്ഛനറിയാലോ, ഇവിടുത്തെ ശുശ്രൂഷകളിലെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ബന്ധങ്ങൾ ഒരിക്കലും മുറിക്കരുത്. എന്നാൽ ലോറൻസ് തൈക്കാട്ടിലച്ഛനായിരുന്നു അന്ന്. അത് അച്ഛൻ പറഞ്ഞു, ബന്ധങ്ങൾ ഒരിക്കലും മുറിക്കരുത്, ഇവിടുത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം, അതൊന്നും സാരമില്ല, നീ വേഗം തന്നെ പെങ്ങളുടെ അടുത്തേക്ക് ചെല്ലുക, അവിടെ എന്താണ് അവരുടെ ബുദ്ധിമുട്ടെന്ന് ചോദിക്കുക എന്ന് പറഞ്ഞ് അച്ഛൻ അങ്ങനെ പറഞ്ഞു. ഞാൻ ദിവ്യകാരുണ്യ സന്നിധിയിൽ നിന്ന് വീണ്ടും പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ ചെന്ന് പെങ്ങളോട് വരാൻ പറയുക, ധൈര്യമായിട്ട് നീ ചെല്ലുക, എന്നിട്ട് പെങ്ങളോട് ആശ്വസിപ്പിക്കുക, എന്നിട്ട് പെങ്ങളോട് പറയുക തിരിച്ചു വരാൻ പറയുക. അങ്ങനെ സ്നേഹമുള്ളവരെ, ഞാനിവിടെ നിന്ന് വണ്ടി കയറി ബാംഗ്ലൂരിൽ ചെന്നു, പെങ്ങളെ കണ്ടു, സംസാരിച്ചു. വളരെ പരിതാപകരമായിരുന്നു ആ അവസ്ഥ ഒക്കെ. അപ്പോൾ എൻ്റെ മനസ്സിനൊക്കെ വളരെ വേദനയുണ്ടായി. കുഞ്ഞ് 2 മക്കളുണ്ട് പെങ്ങൾക്ക്, അവരും ഭർത്താവൊക്കെ വളരെ കഷ്ടത്തിൽ ജീവിക്കുന്നു എന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വേദനയായി. അങ്ങനെ കർത്താവ് പറഞ്ഞതനുസരിച്ച്, ദിവ്യകാരുണ്യനാഥൻ പറഞ്ഞതനുസരിച്ച് പെങ്ങളോട് വരാൻ പറഞ്ഞു. അങ്ങനെ പിന്നീട് പെങ്ങൾ വന്നു. ഇവിടെ പെങ്ങൾ ജോലി ചെയ്തു. ഇപ്പോൾ സ്വന്തമായൊരു ഭവനം പെങ്ങൾക്കുണ്ടായി. വലിയ സന്തോഷമായി ഞങ്ങൾക്ക്. ദിവ്യകാരുണ്യനാഥൻ പറഞ്ഞതനുസരിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ആശാവഹവും അത്ഭുതകരമായ ഒരു റിസൾട്ടുണ്ട്. അത് നമ്മൾ വളരെ സന്തോഷിപ്പിക്കുന്നു. അതുപോലെ തന്നെ പെങ്ങളുടെ വിവാഹ സമയത്ത് ഒരു അത്ഭുതങ്ങളുണ്ടായി. ഒരു കുഞ്ഞനുഭവമാണ്, എങ്കിലും അത് വളരെ രസകരമായിട്ടുള്ളൊരു അനുഭവം. വിവാഹം ഉറപ്പിക്കുന്ന സമയത്താണ് ഞങ്ങൾ എന്ത് കൊടുക്കണമെന്ന്, അതായത് അവർക്ക് ഭക്ഷിക്കാനായിട്ട് വിവാഹത്തിന് ഉറപ്പിക്കാൻ വരുമ്പോൾ എന്ത് ഭക്ഷിക്കാൻ കൊടുക്കണം എന്നുള്ള ഒരവസ്ഥ ഞങ്ങൾക്കുണ്ടായി. അപ്പോൾ സാധാരണ നമ്മൾ വീട്ടിൽ ചർച്ച ചെയ്യുമല്ലോ എന്ത് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ആശയങ്ങൾ അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ നമുക്ക് പൊറോട്ടയും കോഴിയും കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമായി, ശരി അത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അത് തീരുമാനിച്ച് ഞാൻ പൊറോട്ടയ്ക്ക് ഓർഡർ ചെയ്തു, കോഴിയൊക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം ഞാൻ ആരാധനയിൽ മുമ്പിലിരുന്നപ്പോൾ കർത്താവ് പറഞ്ഞു, 100 പൊറോട്ടയാണ് ഞാൻ ഹോട്ടലിൽ ഓർഡർ ചെയ്തത്. അപ്പോൾ കർത്താവ് പറഞ്ഞു, 100 അല്ല 105 പൊറോട്ട നീ ഓർഡർ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 5 പൊറോട്ടയ്ക്ക് ഇത്ര വലിയ പ്രാധാന്യം എന്താണെന്ന് ഞാൻ വെറുതെ ഉള്ളിലിങ്ങനെ നമ്മുടെ മാനസിക ചിന്തയിൽ ഞാൻ ചിന്തിച്ചു. പക്ഷേ കർത്താവ് പറഞ്ഞതാണ്, ദിവ്യകാരുണ്യനാഥൻ പറഞ്ഞതാണ്, അത് ഞാൻ അനുസരിക്കുക. അങ്ങനെ ഞാൻ 105 പൊറോട്ട ഞാൻ ഓർഡർ ചെയ്തു. സ്നേഹമുള്ളവരെ, അതുപോലെ തന്നെ ഉറപ്പിക്കുന്ന സമയമായി അവരെല്ലാം വീട്ടുകാരൊക്കെ വന്നു, എല്ലാവരും ഭക്ഷിച്ചു. എന്നിട്ട് 1 പൊറോട്ടയാണ് ബാക്കി വന്നത്. ചെറിയ കാര്യമായാലും അതിൽ പോലും ദിവ്യകാരുണ്യനാഥൻ ഇടപെടുന്നത് വളരെ എന്ത് വലിയ സന്തോഷവും സ്നേഹമാണ് നമ്മളോട് കാണിക്കുന്നതെന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ചെറിയ കാര്യങ്ങളിൽ പോലും കർത്താവ് ഇടപെട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാനും മുന്നോട്ട് നയിക്കാനും ശക്തി ദൈവം നമുക്ക് തരുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇപ്പോഴും എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.